ഹായ് ഹലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു പപ്പട ചമ്മന്തിയാണ്. അതിനു വേണ്ടി നമുക്ക് പപ്പടം പൊള്ളിച്ചെടുക്കാം. നമ്മളൊരു 4 പപ്പടം എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 4 പപ്പടം പൊള്ളിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തണുക്കട്ടെ. ഈ എണ്ണയിൽ നമുക്കൊരു കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം. പച്ചരി മുളക് ഇട്ട് കൊടുക്കണം. 6 മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും ചുമന്നുള്ളിയും. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. പപ്പടം എല്ലാം 4 പപ്പടം പൊള്ളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുളകെല്ലാം അമർത്തി വെച്ച് നമുക്ക് പുളിയുണ്ട്, കുറച്ച് ഉപ്പെടുത്ത് വെച്ചിട്ടുണ്ട്, ഉള്ളിയുണ്ട്, ഇച്ചിരി കുറച്ച് കാന്താരി മുളക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ അഡീഷണലായിട്ട് ചേർക്കുകയാണ്. കറിവേപ്പില, തേങ്ങ. നമ്മൾ ഈ ചമ്മന്തി തയ്യാറാക്കാൻ പോകുന്നത് ഇടികലിൽ വെച്ചാണ് തയ്യാറാക്കാൻ പോകുന്നത്. എന്നാണ് നമ്മൾ പപ്പടം എല്ലാം പൊടിച്ചിടുക. 2 പപ്പടം പൊടിച്ചിട്ട് മുളക് വറുത്ത് വെച്ച മുളക് ഉള്ളി ഇടുക. എന്നിട്ട് നമുക്ക് ഇടിച്ചെടുക്കാം. മിക്സിയിൽ വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. എന്നാൽ നല്ല ടേസ്റ്റ് കിട്ടും ഇങ്ങനെ ആകുമ്പോൾ ചമ്മന്തിക്ക്. കുറച്ച് കാന്താരി മുളക്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പുളി, പിന്നെ കുറച്ച് ഉപ്പ്. ഉപ്പാണെങ്കിൽ പാകത്തിന്. ഇനി നമ്മൾ കറിവേപ്പില. അതും ഇതേപോലെ നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 പപ്പടം വെച്ചില്ലേ, ആ പപ്പടം കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചതച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരെണ്ണമുണ്ട്. മറ്റേ നമുക്ക് പൊടിച്ചൊഴുകി വെളിയിൽ പോയായിരുന്നു. അത് കല്ലങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് അരച്ച് ഫൈനാക്കി എടുക്കാം. മിക്സിക്കകത്ത് നമുക്ക് അരയ്ക്കാം. എന്നാലും നമുക്ക് ഇതിനകത്തൊക്കെ അരയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ അരച്ചെടുത്താൽ. നമ്മുടെ അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പപ്പടം വെച്ചുള്ള ചമ്മന്തിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആ ഇടികല്ലിലൊക്കെ ഇടിച്ചെടുത്താണ് നമ്മൾ തയ്യാറാക്കിയത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കഴിച്ചൊക്കെ നമ്മൾ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചമ്മന്തി.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി സ്വപ്നം ചോറിനൂടെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ ഇടിവെളിയിലൊക്കെയാണ് ഇടിച്ചൊക്കെ എടുത്ത് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് മിക്സഡ് ജാറിൽ ഇങ്ങനെ ചെയ്താൽ മതി. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെയൊക്കെ തയ്യാറാക്കി നോക്കിയ വെറൈറ്റി ചമ്മന്തിയാണ്. പപ്പടം കൊണ്ടുള്ള ചമ്മന്തി, ഇങ്ങനെ കുറേ വെറൈറ്റി ചമ്മന്തി ഉണ്ടല്ലോ, അതേപോലെ ഒരു വെറൈറ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. മറ്റൊരു വീഡിയോ നാളെ വരാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക. ഓക്കെ, ഇതേപോലെ പുതിയ റെസിപ്പി ആയിട്ട് ഒരു ദിവസം വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.